ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് വട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ്. എന്നാലും അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ വളരെ കുറച്ച് മതി. പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി അതേപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു. പരിപ്പ് ഒരു 200 ഗ്രാം പരിപ്പ്, ഒരു 2 സവാള വലുത്, വേപ്പില, മല്ലി, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ അതേപോലെ ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ്. ഈ പരിപ്പ് 1 മണിക്കൂർ കുതിർത്തിയിട്ട് അതിൽ നമ്മളൊരു ഗ്രൈൻഡറിലിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഉപ്പ്, മുളക്, ഇഞ്ചി, സവാള, മല്ലി, വേപ്പില അത്രേ അതിന് ആവശ്യമുള്ളൂ. അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ട് ഇതേപോലെ ബോളാക്കിയെടുക്കുക. ഇതേപോലെ ബോളാക്കി നമുക്ക് ഈ എണ്ണയിൽ വറുത്തെടുക്കാം. അതെങ്ങനെ വറുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഏതാണ്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് നോക്കാം. ഇത് കൈയുടെ വെള്ളയിൽ വയ്ക്കുക. കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. പരത്തുമ്പോൾ പരിപ്പിയുടെ ഷേപ്പായി അത് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് അങ്ങിടുക. അതേപോലെ എല്ലാം ഓരോന്ന് അങ്ങനെ ഇട്ടാൽ മതി. വളരെ സിമ്പിൾ പരിപാടിയാണ്. അധികം ടൈം എടുക്കില്ല. 1 മണിക്കൂർ പരിപ്പ് കൂത്തി കഴിഞ്ഞാൽ അത് അരച്ചെടുത്താൽ മതി. അരക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് പരിപ്പ് കാണാവുന്ന വിധത്തിൽ നമ്മൾ അരച്ചെടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് വലിയ അത്ഭുതമായ ഒരു പലഹാരമൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഉണ്ടാക്കുന്ന ആ രീതി ഒന്ന് കാണിച്ചു തരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുറുകിയതിന് ശേഷം മാത്രമേ അത് മറിച്ചിടാൻ പറ്റുള്ളൂ. ആദ്യം ഇട്ടത് നമ്മളൊന്ന് പതിയെ ഒന്ന് ഇളകി കൊടുക്കുക. പരിപ്പിന് ഏറ്റവും ഉചിതമായ പരിപ്പിന് കടലപ്പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. കടലപ്പരിപ്പാകുമ്പോൾ നല്ല മുറുക്കം കിട്ടും, തരിയരിപ്പം കിട്ടും. അപ്പോൾ കടലപ്പരിപ്പാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ പരിപ്പൂടെ എന്ന് പറയുന്നത് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് ആ ചൂടിന് തന്നെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ്. അത് ആവശ്യമുള്ളവർക്ക് ചേർക്കുക. അപ്പോൾ കുറേ കൂടി സ്മൂത്തായിട്ട് കടിച്ച് നല്ല തിന്നാൻ പറ്റും. അത് പരിപ്പുവടയുടെ ആ പരിപ്പൊക്കെ ശരിക്ക് പൊട്ടി വിടർന്ന് മുരിഞ്ഞ് അപ്പോൾ ആ കടിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയി. ഇപ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാം പരിപ്പാണ്. ഈ 200 ഗ്രാം പരിപ്പിന് നമുക്കിപ്പോൾ ഒരു 15 പരിപ്പ് വട കിട്ടും. ഒരുവിധം അളവിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 15 പരിപ്പ് വട കിട്ടും. അപ്പോൾ ആ 200 ഗ്രാം പരിപ്പുണ്ടെങ്കിൽ അത് മതിയല്ലോ. 200 ഗ്രാം പരിപ്പുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു 15 പരിപ്പ് ഉണ്ടെങ്കിൽ അത് മതിയാവും. ഈ 2 കഴിയുക. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ വീണ്ടും എണ്ണയിലിടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണിത്. കാരണം വീണ്ടും എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണ ഡബിളായിട്ട് എണ്ണ കയറും. അപ്പോൾ ആ എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കണമെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കുക. അങ്ങനെ പിന്നെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ചൂടാക്കുക. അങ്ങനെ ഉള്ള ചൂടാക്കലേ പറ്റുള്ളൂ. എണ്ണയിലിട്ട് ചൂടാക്കരുത്. ഒരിക്കലും പരിപ്പട എണ്ണയിലിട്ട് ചൂടാക്കരുത്. അപ്പോൾ ഇത് റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് വരാം. ഈ കളറിൽ കോരിയെടുക്കണം. അധികം മുത്തുപോയി കഴിഞ്ഞാൽ കടിച്ചാൽ പല്ല് കേടാവും. അപ്പോൾ ഈ ഒരു പാകമുണ്ട്. ഇതിന് ഒരു പാകത്തിന് കോരിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തിന് കടിച്ച് തിന്നാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡിയായി. നിങ്ങളും ഉണ്ടാക്കുക, കഴിക്കുക.